Hi everyone, my name is Harsha and welcome back. ഇന്ന് നമുക്ക് ബ്രൈഡൽ സീരീസിന്റെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ബട്ട് എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു ബ്രൈഡ് ആവാൻ പോവാണ്, വെഡിങ് ഡേ അടുത്ത് വരെയാണ്. അങ്ങനെ ആവുമ്പോൾ വെഡിങ് ഡേയുടെ അന്ന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട കുറച്ച് മസ്റ്റ് ഹാവ് ഐറ്റംസ്, അതാണ് ഞാൻ പറയാൻ പോണത്. ഇപ്പോൾ ഒരു ഹിന്ദു വെഡിങ് ആണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളൊരു ക്ലച്ച് കയ്യിൽ പിടിക്കില്ല, ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ ആ ഒരു ബാഗ് അല്ലെങ്കിൽ ആ ഒരു ക്ലച്ച് കയ്യിൽ കൊടുക്കാം. ഏറ്റവും കൺവീനിയൻ്റ് എന്ന് പറയുന്നത് ക്ലച്ച് കയ്യിൽ പിടിക്കുക എന്നുള്ളതാണ്. നോർത്തിലോട്ടൊക്കെ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ ക്ലച്ചൊക്കെ പിടിക്കാറുണ്ട്, പക്ഷേ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടൊക്കെ, നമ്മുടെ ഈ സൗത്ത് സൈഡിലോട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ബെയർ ഹാൻഡ്സ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ തൊട്ടടുത്ത് നിങ്ങളെ നോക്കാനും ഒക്കെ ആയിട്ട് ഒരാളുണ്ടാവില്ല, അമ്മ, സിസ്റ്റർ, ആരെങ്കിലും ഒക്കെ ഫ്രണ്ട് ആരെങ്കിലും, അവരുടെ കയ്യിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ക്ലച്ചിൽ എന്തൊക്കെ സാധനങ്ങൾ വെഡിങ് ഡേയുടെ അന്ന്, സ്പെഷ്യലി വെഡിങ് ഡേയുടെ അന്ന് എന്തൊക്കെ സാധനങ്ങൾ ആ ഒരു ക്ലച്ചിൽ ഉണ്ടാവണം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഒരു ക്ലച്ച്, ചെറിയ ടൈപ്പ് ക്ലച്ചസ്, എല്ലാ സൈസിലെ ക്ലച്ചസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഒരു നല്ല ഫാൻസി ആയിട്ടുള്ള ഒരു ക്ലച്ച് വാങ്ങിക്കുക, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുക. ഞാൻ പറയും അതിൽ ഫോൺ വെക്കരുത്, ബിക്കോസ് obviously you want to focus on your wedding അല്ലേ. അപ്പോൾ ഫോണിൽ അത്ര ഇമ്പോർട്ടൻസ്, ഫോൺ നിങ്ങൾ ആർക്കെങ്കിലും ഭദ്രമായിട്ട് സൂക്ഷിക്കാനായിട്ട് കൊടുത്തേക്കാം. ഒരു ഐറ്റംസ് ഒക്കെ എന്താ പറയുക, മസ്റ്റ് ഹാവ് ഫോർ ബ്രൈഡ് ടു ക്യാരി ഓൺ ഹർ വെഡിങ് ഡേ, അങ്ങനെയാണ് സ്പെഷ്യലി. കാരണം എന്താ പറയുക, അത് ഒരുപാട് ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ഐറ്റംസിൽ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ, കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ക്ലച്ചിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കാം. കുറച്ച് കാരണങ്ങളുണ്ട് ടിഷ്യൂ പേപ്പർ വെക്കാനായിട്ട്. ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കരയും, നോ ഡൗട്ട് അല്ലേ. അപൂർവം ചില പെൺകുട്ടികൾ മാത്രമേ കരയാത്തുണ്ടാവുള്ളൂ. കരയുമ്പോൾ obviously you don't want your makeup to ruin അല്ലേ. ഓൾദോ അത് സ്വെറ്റ് പ്രൂഫ് ആയിരിക്കും, വാട്ടർ പ്രൂഫ് ആയിരിക്കും അല്ലെ, പാർലറിൽ നല്ല അടിപൊളി HD കൈൻഡ് ഓഫ് മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ബട്ട് യു ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ റിസ്ക് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാമല്ലോ, അല്ലാണ്ട് അല്ലെ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ എല്ലാ റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് കേട്ടോ, എങ്ങാണോ പോയി കഴിഞ്ഞാലോ മേക്കപ്പ്. അതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പർ കയ്യിൽ വയ്ക്കാം. അതല്ല, നിങ്ങൾക്ക് സ്വെറ്റ് വരുന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കയ്യിൽ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വെറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ഒപ്പാം. മേക്കപ്പ് ജസ്റ്റ് ഒന്ന് ടച്ച്, ഒരുപാട് നിങ്ങൾക്ക് ഓയിലി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒപ്പാനായിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അതൊക്കെ ജസ്റ്റ് മാറ്റാനായിട്ടും ഒക്കെ ടിഷ്യൂ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുണ്ടെങ്കിലും ഇപ്പം നിങ്ങൾക്കൊരു ജലദോഷമാണ്, വെഡിങ് ഡേയുടെ മിക്ക പെൺകുട്ടികൾക്കും കല്യാണത്തിൻ്റെ അന്ന് ജലദോഷം പനിയും ഒക്കെ ആയിരിക്കും, എനിക്കും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു കർച്ചീഫിന് പകരം നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി സേഫ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്ലച്ചിൽ വെക്കാനായിട്ട് മറക്കണ്ട. സെക്കൻഡ് മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് മൗത്ത് ഫ്രഷ്നറാണ്. യെസ്, നിങ്ങൾ ശരിക്കും മൗത്ത് ഫ്രഷ്നറോ? യെസ്, കാരണമുണ്ട് കേട്ടോ. വെഡിങ് ഡേയുടെ അന്ന് ഞാനൊക്കെ ലൈക്ക് വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ താലികെട്ട് കഴിഞ്ഞിട്ട് എന്തേലും കഴിക്കുകയോ കുടിക്കുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ രാവിലെ തുടങ്ങി ഒന്നും കഴിച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ വായിലൊരു ബാഡ് ഓഡ് അല്ലെങ്കിൽ ബാഡ് സ്മെൽ ഒക്കെ വരില്ലേ, ബാഡ് ബ്രെത്ത് ഒക്കെ വരും. അത് നമ്മൾ വായ ഒരുപാട് നേരം അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിലും അതെ, ആ ഒരു ബാഡ് ബ്രെത്ത് നിങ്ങൾക്ക് വരും. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാനായിട്ട് പാർലറിൽ പോകും, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാനായിട്ട് കുറേ നേരം നമ്മൾ മിണ്ടാണ്ടൊക്കെ ഇരിക്കും അല്ലെ, ആ ഒരു കാരണം കൊണ്ടും ബാഡ് ബ്രെത്ത് വരും. അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് നിങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും, നിങ്ങളുടെ ടു ബി ഹസ്ബൻഡുമായിട്ട് നിങ്ങൾ വർത്താനം പറയാം. അപ്പം ആ ഒരു ബാഡ് ബ്രെത്ത് വേണ്ട. അതുകൊണ്ട് തന്നെ ഒരു മൗത്ത് ഫ്രഷ്നർ കയ്യിൽ വയ്ക്കുക. മൗത്ത് ഫ്രഷ്നർ എന്ന് പറഞ്ഞാൽ മൗത്ത് ഫ്രഷ്നർ അല്ല, നിങ്ങൾക്ക് ഏലക്ക, കാടമം ഏറ്റവും നല്ലൊരു മൗത്ത് ഫ്രഷ്നറാണ്. കാടമം കുറച്ച്
പൊളിച്ചിട്ട് അതിൻ്റെ കുറച്ച് ആ ഒരു സീഡ്സ് ഉണ്ടല്ലോ അത് ക്ലച്ചിൽ ഒരു ബോക്സിലാക്കി കുഞ്ഞു ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ 2-3 എടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ഫീല് കിട്ടും. അതല്ല ഏലക്കയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നല്ല ഏതെങ്കിലും ഒരു ഫ്ലേവറിൻ്റെ മൗത്ത് ഫ്രഷ്നർ നിങ്ങൾ നിങ്ങളുടെ ക്ലച്ചിൽ വെക്കാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ക്യാഷ് വെക്കാം. ഐ നോ ഇമ്പോർട്ടൻ്റ് അല്ല, ഐ നോ എന്തിനാ ക്യാഷ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ബട്ട് സ്റ്റിൽ അല്ലേ എൻ്റെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ ഏതിൻ്റെ ആവശ്യം വരും നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറച്ച് ക്യാഷ് ഒരു 100,000 rupees ആണെങ്കിലും ഒരു 500,000 rupees ആണെങ്കിലും നിങ്ങളുടെ ക്ലച്ചിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ആർക്കെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ യെസ് നിങ്ങൾക്ക് പറയാം എൻ്റെ കയ്യിലുണ്ട് അങ്ങനെയായിട്ട്. അപ്പോൾ കുറച്ച് ക്യാഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലച്ചിൽ കരുതി വയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പെയിൻ കില്ലർ. യെസ്, കാരണം ഭയങ്കര ഹെക്റ്റിക് ഡേ ആയിരിക്കും. നമ്മുടെ മേക്കപ്പ് കാരണവും ജ്വല്ലറി, വെഡിങ് ഡ്രസ്, ഹെയർ സ്റ്റൈൽ ഒക്കെ കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ ടയേർഡാവും. അവർക്കൊക്കെ ഹെഡേക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബിഗ് ഡേയുടെ അന്ന് നമുക്ക് വയ്യാണ്ടാവുന്നു അല്ലെങ്കിൽ നമുക്ക് ഹെഡേക്ക് കൊണ്ട് നമുക്ക് പറ്റണില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു അലമ്പാവും, സീൻ ഫുൾ അലമ്പാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പെയിൻ കില്ലേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ ഒരു പെയിൻ കില്ലർ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം കിട്ടും അല്ലേ, പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലച്ചിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു മെഡിസിൻ പെയിൻ കില്ലർ മസ്റ്റായിട്ടും വെക്കുക. ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ തലയെട്ടും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഹെഡേക്കായി, വോമിറ്റിംഗ് ആയി. കാരണം തലയിൽ നമ്മുടെ ആ ഒരു ഹെയർ സ്റ്റൈല്, മുല്ലപ്പൂ, ഒരു 1000ഓളം പിൻസ്, thousands of പിൻസ് നമ്മുടെ തലയിലുണ്ടാവും അല്ലേ. എല്ലാം ഒബ്വിയസ്ലി നമ്മൾ റെഗുലർ ഡേയ്സിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു ഡേയിൽ നമ്മൾ അത്രയും ഹെവി ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി ഹെക്റ്റിക് ആവും, ഹെഡേക്ക് വരും അല്ലേ. അതുകൊണ്ട് പെയിൻ കില്ലർ നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളുടെ ക്ലച്ചിൽ വയ്ക്കുക. നെക്സ്റ്റ് ഷൂ ബൈറ്റിന് പ്ലാസ്റ്റേഴ്സ്, ബാൻഡേഡ്സ്. യെസ്, ഐ ഡോണ്ട് നോ, റെഗുലർലി ഹീൽസ് ഇടുന്ന ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല, ബട്ട് റെഗുലർലി ഹീൽസ് ഇടാത്ത ആൾക്കാർക്ക് ലൈക്ക് മീ അല്ലെങ്കിൽ അങ്ങനെ വേറെ കുറേ പെൺകുട്ടികളുണ്ടാവും. വെഡിങ് ഡേയുടെ അന്ന് നമ്മൾ മിക്കവാറും നമ്മൾ ഹീൽസ് ആയിരിക്കും ഇടാറ്, അല്ല നല്ല ഫാൻസി ആയിട്ടുള്ള ഹീൽസ് ആയിരിക്കും ഇടാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഷൂ ബൈറ്റ് മസ്റ്റായിട്ടും വരും. ഷൂ ബൈറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിളാണ്. ഗോഡ്, ഭയങ്കര പെയിൻഫുൾ ആണല്ലേ ഈ ഷൂ ബൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ ഷൂ ബൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റേഴ്സ്, അതായത് ബാൻഡേഡ്സ് നിങ്ങളുടെ സ്കിൻ ആൻഡ് ഒരു ഫുട്വെയർ എവിടെയാണോ ഫ്രിക്ഷൻ ആവുന്നത് അവിടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആയല്ലോ. അതുകൊണ്ട് തന്നെ ബാൻഡേഡ്സ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഹാൻഡി ആയിട്ട് വെക്കുക. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സേഫ്റ്റി പിൻസ് ആൻഡ് ഹെയർ പിൻസ്. സേഫ്റ്റി പിൻസ് എത്ര വന്നാലും മതിയാവില്ല. നമുക്കൊരു ഡ്രസ്സിന് എന്തെങ്കിലും ഒരു കുഴപ്പം പറ്റി, കുറച്ച് ടൈറ്റായി അല്ലെങ്കിൽ കുറച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, കുറച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു മസ്റ്റ് നീഡ് എ സേഫ്റ്റി പിൻ. സോ സേഫ്റ്റി പിൻ ക്ലച്ചിൽ കുറച്ച് കരുതുക. ഇനി ജ്വല്ലറി ഒക്കെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ജ്വല്ലറി ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെയാണല്ലോ ജ്വല്ലറി ഒക്കെ അറ്റാച്ച് ചെയ്യും. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഇപ്പോൾ 2-3 ഡ്രസ്സൊക്കെ നമ്മൾ 2-3 ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ഒരു ടൈമിൽ ചിലപ്പോൾ പിൻസൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ലല്ലോ. അത് കാരണം ക്ലച്ചിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു സേഫ്റ്റി പിൻ എടുത്ത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ. ഇനി ഹെയർ പിൻ എന്തിനാണ്, നമുക്ക് തോന്നുകയാണ് ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ആയില്ല അല്ലെങ്കിൽ അവിടെ കുറച്ച് അഡ്ജസ്റ്റ് ആയില്ല എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മുല്ലപ്പൂന്ന് പോയി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഹെയർ പിൻ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സേഫ്റ്റി പിൻ ആൻഡ് കുറച്ച് ഹെയർ പിൻസ് നിങ്ങളുടെ ക്ലച്ചിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക. ഇനി ലാസ്റ്റ് ഐറ്റം ബ്ലോട്ടിംഗ് പേപ്പർ. ഈ ബ്ലോട്ടിംഗ് പേപ്പർ എന്ന് പറയുമ്പോൾ എന്തിനാണ്, നമ്മുടെ മേക്കപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് സ്പെഷ്യലി കേട്ടോ. ഇനിയിപ്പോൾ ബ്ലോട്ടിംഗ് പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും നമുക്ക് ഈ ഒരു
നമുക്ക് നമ്മുടെ മേക്കപ്പ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്ലോട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കുറേ ആഴ്സ് കഴിയുമ്പോൾ ചിലർക്കൊക്കെ ഓയിലിനെസ് വരും. ഇപ്പോൾ എനിക്കൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലോട്ടിംഗ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു മേക്കപ്പ് റൂയിൻ ചെയ്യാണ്ട് തന്നെ നമുക്ക് നമ്മുടെ സേഫായിട്ട് വെക്കുകയും ചെയ്യാം. ആൻഡ് ഓയിലിനെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ആൻഡ് സ്വെറ്റൊക്കെ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വെഡിങ് ഡേയുടെ അന്ന് ബ്രൈഡ്സിൻ്റെ കയ്യിൽ മസ്റ്റ് ഹാവ് ആയിട്ടും വേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ ശരിക്കും വേണ്ടതാണ് കേട്ടോ. നമ്മൾ പല കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ നമ്മുടെ വെഡിങ് ഡേയുടെ അന്ന് മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ബ്രൈഡ്സിന് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവരും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യു സെൽഫ്. ബൈ ബൈ.